നമസ്കാരം. നായകളുടെ വർഗത്തിൽപ്പെട്ട വന്യജീവിയാണ് ചെന്നായ. ലോകത്തിലെ വടക്കൻ പ്രദേശങ്ങളിലെ മിക്ക വനങ്ങളിലും ഇവ കാണപ്പെടുന്നു. ഇവ കൂട്ടമായി ജീവിക്കുന്ന സസ്തനിയാണ്. ഇന്ത്യൻ ചെന്നായ എന്ന വർഗമാണ് ഭാരതത്തിൽ കാണപ്പെടുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെങ്ങും ഉണ്ടായിരുന്ന ചെന്നായകൾ ഇന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടകം, വടക്കൻ കേരളം, ആന്ധ്ര എന്നിവിടങ്ങളിലെ ചില വനപ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഭക്ഷണം തേടി കൂട്ടമായി സഞ്ചരിക്കുന്നവരാണിവ. വളർത്തു മൃഗങ്ങളെയും കുട്ടികളെയും ആക്രമിക്കുന്നത് കാരണം ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ചെന്നായ്ക്കളെ കൊന്നൊടുക്കിയിരുന്നു. ഇതുമൂലമാണ് ഇവയുടെ സംഖ്യ കുറഞ്ഞു പോയത്. ഇന്ത്യയിൽ ഇതിനെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായി കണക്കാക്കുന്നു. ശരാശരി 1000-ഓളം ചെന്നായ്ക്കൾ ഇവിടെ ബാക്കിയുണ്ടെന്നാണ് കണക്ക്. ഒരു സമയത്ത് അതിന്റെ തൂക്കത്തിന്റെ 2 ഇരട്ടി വരെ ചെന്നായ്ക്കൾ ഭക്ഷിക്കും. പിന്നെ ഒരാഴ്ച വരെ ഭക്ഷണമില്ലാതെ ജീവിക്കുവാനും ഇവയ്ക്ക് സാധിക്കും. ക്രൂരമായി ഇരകളെ ആക്രമിക്കുമ്പോഴും നീതിമാനായ മകൻ എന്ന് ചെന്നായ്ക്കളെ വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഈ മൃഗത്തിന് ഇങ്ങനെയൊരു വിശേഷണം എങ്ങനെ ലഭിച്ചു എന്ന സംശയം സ്വാഭാവികമാണ്. എന്നാൽ ചെന്നായയുടെ വന്യമായ രൂപത്തിനുമപ്പുറം അതിൻ്റെ സാമൂഹിക ജീവിതത്തിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള അതിൻ്റെ പങ്കിലും ഈ വിശേഷണത്തെ സാധൂകരിക്കുന്ന ആഴമായ നീതിബോധം ഒളിഞ്ഞുകിടപ്പുണ്ട്. ചെന്നായ കേവലം ഒരു വേട്ടക്കാരൻ മാത്രമല്ല, പ്രകൃതിയുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും കൂട്ടായ്മയിൽ അസാധാരണമായ അച്ചടക്കം കാണിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ജീവിയാണ്. ചെന്നായയുടെ ജീവിത രീതി അതിൻ്റെ കൂട്ടായ്മയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ചെന്നായക്കൂട്ടം ഒരു കർശനമായ ശ്രേണീബന്ധം പാലിച്ചാണ് ജീവിക്കുന്നത് പോലും. ഈ കൂട്ടത്തിൽ ഒരു ആൽഫ ആണും ആൽഫ പെണ്ണും നേതൃത്വം നൽകും. ഈ നേതൃത്വം ശക്തിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് വിവേകത്തിൻ്റെയും സംഘാടനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. കൂട്ടത്തിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുകയും ഓരോ അംഗത്തിനും അവരുടേതായ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വേട്ടയാടൽ, ഭക്ഷണം കണ്ടെത്തൽ, അതിർത്തി സംരക്ഷിക്കൽ, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായ ക്രമത്തോടെയാണ് കൂട്ടത്തിൽ നടപ്പാക്കുന്നത്. ഈ അചഞ്ചലമായ അച്ചടക്കവും ഓരോ അംഗത്തോടുള്ള നീതിയും ഒരു മനുഷ്യ സമൂഹത്തിന് പോലും മാതൃകയാക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെന്ന പോലെ ചെന്നായക്കൂട്ടത്തിലെ ഓരോ അംഗവും പരസ്പരം സഹായിക്കുകയും കൂട്ടത്തിന്റെ പൊതുവായ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വേട്ടയാടി ലഭിക്കുന്ന ഭക്ഷണം ചെന്നായക്കൂട്ടം പങ്കുവെക്കുന്ന രീതിയിൽ ഒരുതരം സാമൂഹിക നീതി ദർശിക്കാനാകും. ഒരു വലിയ വേട്ടയ്ക്ക് ശേഷം ഭക്ഷണത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ ഉണ്ടാവുക പതിവില്ല. പകരം ആൽഫ അംഗങ്ങൾക്ക് ശേഷം കൂട്ടത്തിലെ പ്രായം ചെന്നവരും മുറിവേറ്റവരും പിന്നീട് കുഞ്ഞുങ്ങളുമാണ് ഭക്ഷണം കഴിക്കുവാൻ എത്തുന്നത്. വേട്ടയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ദുർബലരെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാനുള്ള ഈ മനോഭാവം ദുർബലരോടുള്ള കരുണയും വിഭവങ്ങൾ നീതിയുക്തമായി വിതരണം ചെയ്യാനുള്ള ബോധവുമാണ് കാണിക്കുന്നത്. കൂടാതെ ചെന്നായ്ക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അസാധാരണമായ ശ്രദ്ധ നൽകുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മറ്റംഗങ്ങൾ ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുവരികയും അവയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കാൻ മടിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബ ബന്ധത്തിലെ വിശ്വസ്തയും കടമബോധവും നീതിമാനായ മകൻ എന്ന വിശേഷണത്തെ ന്യായീകരിക്കുന്നു. പാരിസ്ഥിതികമായ ധർമ്മം നിർവഹിക്കുന്നതിലാണ് ചെന്നായയുടെ നീതി ഏറ്റവും വ്യക്തമാക്കുന്നത്. പ്രകൃതിയുടെ ഭക്ഷ്യ ശൃംഖലയിൽ ഒരു പ്രധാന കണ്ണിയാണ് ചെന്നായ. ചെന്നായ വേട്ടയാടുന്നത് പ്രധാനമായും പ്രായം ചെന്നതോ രോഗം ബാധിച്ചതോ ദുർബലരോ ആയ സസ്യഭുക്കുകളെയാണ്. ഈ തെരഞ്ഞെടുപ്പ് വനത്തിലെ മൃഗങ്ങളുടെ കൂട്ടത്തെ മൊത്തത്തിൽ ആരോഗ്യകരവും ശക്തവുമായി നിലനിർത്തുവാൻ സഹായിക്കുന്നു. ദുർബലരായ മൃഗങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ രോഗങ്ങൾ പടരുന്നത് തടയുകയും സസ്യഭുക്കുകളുടെ എണ്ണം അമിതമാവുന്നത് നിയന്ത്രിച്ച് വനത്തിലെ സസ്യജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുവഴി വനത്തിന്റെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥ ചെന്നായ നിലനിർത്തുന്നു. ഒരു വനത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാൻ ഈ വൃത്തിയാക്കൽ പ്രക്രിയ അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയുടെ ഈ നിയമങ്ങൾ കർശനമായും ഫലപ്രദമായും നടപ്പാക്കുന്നതിനാലാണ് ചെന്നായയെ പ്രകൃതിയുടെ നീതിമാനും കടമയുള്ളവനുമായ മകനായി കണക്കാക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഭയത്തോടെയും വിസ്മയത്തോടെയും കണ്ടിരുന്ന ഈ വന്യജീവി അതിന്റെ കൂട്ടായ്മയിൽ കാണിക്കുന്ന കണിശമായ സാമൂഹിക നീതിയും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി അത് നിർവഹിക്കുന്ന നിസ്വാർത്ഥമായ പാരിസ്ഥിതിക ധർമ്മവും കാരണം നീതിമാനായ മകൻ എന്ന വിശേഷണത്തിന് പൂർണ്ണമായും അർഹനാകുന്നു. ചെന്നായയുടെ ജീവിതവും ശക്തിയും ക്രൂരതയും മാത്രമല്ല, അച്ചടക്കം, വിശ്വസ്തത, പ്രകൃതിയുടെ നിയമങ്ങളോടുള്ള വിധേയത്വം എന്നിവയുടെയും പ്രതീകമാണെന്ന് തെളിയിക്കപ്പെട്ടു. വെബ് ഡെസ്ക് തത്വമയി TV.